യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ SPF നോക്കിയിട്ട് മേടിക്കാം. മിനിമം ഒരു 30 എങ്കിലും ഉള്ളത് നോക്കിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ വർഷത്തിൽ 365 ദിവസം സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അല്ലാണ്ട് വെയിലുള്ള സമയത്ത് മാത്രമല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. കാരണം വെയിലില്ലെങ്കിൽ UV റൈസസ് ഒക്കെ വന്ന് നമ്മുടെ സ്കിന്നിൽ പതിക്കും. ഓക്കെ, അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പുറത്താണ് കൂടുതൽ സമയം എന്നുണ്ടെങ്കിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് ഇത് റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരേ ഒരു തവണ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേ മുഴുവനായിട്ട് കവറേജ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ സ്കിൻ ടൈപ്പ് വെച്ചിട്ട് അനുസരിച്ച് നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യണം. ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീനും, അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലോഷൻ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീനും ഉപയോഗിക്കാം. ഇപ്പോൾ ഇറങ്ങുന്ന സൺസ്ക്രീനിലെല്ലാം സ്വെറ്റ് പ്രൂഫ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് എന്നൊക്കെ എഴുതിക്കും. അതെന്താണെന്നല്ലേ? അപ്പോൾ സ്വെറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നനഞ്ഞാലും നമുക്കൊരു 40 മിനിറ്റ്സ് ഒക്കെ വീണ്ടും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സ്വെറ്റ് പ്രൂഫ്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നനഞ്ഞാലും വീണ്ടും ഒരു 80 മിനിറ്റോളം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സൺസ്ക്രീൻ. SPF 15 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 93% UV റൈസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. എന്നാൽ SPF 30 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 97% UVB റൈസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഫിംഗർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫിംഗറിൽ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ സൺസ്ക്രീൻ എടുക്കുക. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കരുത്. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിന് അതുപോലെ തന്നെ ചെവിയുടെ പുറമെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ചെറിയൊരു കവറിങ് പോലെ ഇത് ഫേസിൽ ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത്.